ഇറാനുമായി ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ പവർ പ്ലാന്റുകൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ എല്ലാ സൈനിക നടപടികളും 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പ്രഖ്യാപനം ഇത് മൂന്നാം തവണയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് ആദ്യം ഒരു 48 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം 5 ദിവസത്തെ വെടിനിർത്തലായി. ഇത് രണ്ടും ലംഘിക്കപ്പെട്ടു. വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തുകയും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പറയുന്നത് ഏപ്രിൽ 6 വരെ ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്നാണ്. ഇറാൻ സർക്കാരിൻ്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇതനുസരിച്ച് 8 മണി വരെയാണ്, ഏപ്രിൽ 6 രാത്രി 8 മണി വരെയാണ് ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് പറയുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച നിലയിലാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇതിനിടയിൽ ചില എണ്ണക്കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടാൻ 10ഓളം എണ്ണക്കപ്പലുകൾ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചതിനെ ഒരു വലിയ സമ്മാനം എന്ന രീതിയിലാണ് പ്രസിഡന്റ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക്, വെടിനിർത്തലിലേക്ക് മറ്റും ട്രംപ് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ ട്രംപിന്റെ വാഗ്ദാനം അത് എത്ര ദിവസം, എത്ര മണിക്കൂർ നിലനിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 തവണ ഇതിനു മുൻപ് ട്രംപ് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ്. പക്ഷേ യുദ്ധം ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരുന്നു. കൂടുതൽ സേനാ വിഭാഗങ്ങളെയും അങ്ങോട്ടേക്ക് പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നുവെന്നും കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു അമേരിക്ക എന്നൊക്കെയുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനിടയിലൂടെയാണ് ഇത്തരമൊരു പ്രഖ്യാപനം. എന്ത് വിശ്വസിക്കണം നമ്മൾ? ഇപ്പോൾ ഒന്നും തന്നെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. ഇതിനു മുൻപേ ട്രംപ് 2 തവണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടർന്നിരുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക ഇടപെടലുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇറാനും അതുപോലെ ഇസ്രായേലിനും ഇടയിലുള്ള പോരാട്ടങ്ങൾ അത് തുടർന്നുകൊണ്ടിരുന്നു. ഇസ്രായേലിനുള്ളിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ വരെ, ഇസ്രായേലിനുള്ള ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഇറാൻ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇറാനുള്ളിലെ ബോഷേർ ആണവ നിലയത്തിലേക്കുള്ള ആക്രമണം, അതുപോലെ തന്നെ തെക്കൻ ലെബനനിലേക്കുള്ള ആക്രമണം, പിന്നെ ഇന്നലെ അബുദാബിയിലടക്കം 2 പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ ഒട്ടാകെയുള്ള ആക്രമണങ്ങൾ കടുത്ത രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിലും തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അമേരിക്ക നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് 10 ദിവസം ഇറാന്റെ ഊർജ ആണവ നിലയങ്ങളെ ആക്രമിക്കില്ല, 10 ദിവസത്തേക്ക് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നാണ്. ട്രംപാണ് ഇത് സംബന്ധിച്ച് ട്രൂത്ത് സോഷ്യൽ വഴി ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ഏപ്രിൽ 6 രാത്രി 8 മണി വരെയാണ് ഈ ഒരു സമയപരിധി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ടൈം അനുസരിച്ചാണ് ഈ ടൈം. ഇന്ത്യൻ സമയത്തിലേക്ക് വരുമ്പോൾ ഏപ്രിൽ 7 പുലർച്ചെ 5:30 വരെയാണ് അമേരിക്കയുടെ വെടിനിർത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇറാന്റെ പ്രത്യേക അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് US ഈ തീരുമാനമെടുത്തതെന്നും ട്രംപ് പറയുന്നുണ്ട്. അതായത് US ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചതല്ല. പല മാധ്യമങ്ങളും തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞത് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ ഉൾപ്പെടെ പേരാണ്. വാൾ സ്ട്രീറ്റ് ജേർണൽ അടക്കം ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഇറാൻ ഞങ്ങളോട് അപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഇറാനിയൻ സർക്കാരിൻ്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു അഭ്യൂഹം നിലനിൽക്കുന്നതെന്ന് പറയുന്നത് US ഇപ്പോൾ ഇറാന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നതാണ് പുതിയൊരു ആക്ഷേപമെന്ന് പറയുന്നത്. അതായത് വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്ക 10,000 സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ ആലോചിക്കുന്നതായിട്ടാണ് വിവരം. ഏതാണ്ട് 5,000 മറൈനുകളെ ഇതിനോടകം തന്നെ പശ്ചിമേഷ്യയിലേക്ക് അയച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ 2,000 പാരാട്രൂപ്പേഴ്സും 82 എയർബോൺ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും പശ്ചിമേഷ്യയിലേക്ക് ഉടൻ തന്നെ അയക്കും എന്നും ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 10,000 സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയച്ച് വേണമെങ്കിൽ ഒരു കരയുദ്ധത്തിന് കൂടി സന്നദ്ധമായിട്ടാണ് അമേരിക്കയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നതാണ് നിലവിലെ ഒരു വിവരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇറാൻ ആദ്യം പറഞ്ഞ ആ ഒരു വാദം അത് ശരിവെക്കുന്ന രീതിയിലാണ് നിലവിലെ ഈ വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ട റിപ്പോർട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇറാൻ പറഞ്ഞത് US ഇപ്പോൾ വെടിനിർത്തൽ എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനും അവരുടെ യുദ്ധ തന്ത്രങ്ങൾ മാറ്റാനും അതുപോലെ ഈ എണ്ണ വില നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഇറാൻ നേരത്തെ പറഞ്ഞത്. ഏതാണ്ട് അത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ ഈ പുതിയ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്രമാതീതമായി ഈ ആക്രമണങ്ങൾ
വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നിരുന്നു. ഇപ്പോൾ നിലവിൽ $106 ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയായി റിപ്പോർട്ട് ചെയ്യുന്നത്. തുടരുക അജയ്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ ആക്രമണത്തിൽ പശ്ചിമേഷ്യയിൽ ഉടനീളം ഈ ഗൾഫ് മേഖലയിലൊക്കെ നമുക്കറിയാം ഒരുപാട് സൈനിക താവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക്. ഇത്തരത്തിലുള്ള 13ഓളം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണ്. മധ്യപൂർവേഷ്യയിൽ ഉടനീളമാണ് ഇറാൻ നടത്തിയ ശക്തമായ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ 13 അമേരിക്കൻ സൈനിക താവളങ്ങളിൽ വാസയോഗ്യമല്ലാതായ പശ്ചാത്തലമുണ്ട്. ഇതോടെ സുരക്ഷിതമെന്ന് കരുതിയ സൈനിക കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സൈന്യം നിർബന്ധിതരായതായും വിവരങ്ങളുണ്ട്. ന്യൂയോർക്ക് ടൈംസാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. കോട്ടകൾ പോലെയുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് ഹോട്ടലുകളിലേക്കും ഓഫീസ് കെട്ടിടങ്ങളിലേക്കും ഒക്കെയാണ് നിലവിൽ സൈനികരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. ഇതോടെ യുദ്ധഭൂമി ചിതറിപ്പോയ അവസ്ഥയിലാണെന്നും ഇതിനെ ഒരു റിമോട്ട് വാർ, അതായത് അകലെ നിന്നുള്ള യുദ്ധം എന്നുമൊക്കെയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. ഇത് വലിയൊരു പ്രധാന പ്രശ്നമായി അമേരിക്ക മാറിയിട്ടുണ്ട്. തങ്ങളുടെ ഇത്തരം സൈനിക താവളങ്ങളെ തൊടാൻ ആർക്കും സാധിക്കില്ല എന്നുള്ള അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായി ഈ സംഗതികൾ മാറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ചില യുദ്ധവിമാനങ്ങൾ അടിച്ചിട്ടിട്ടുണ്ട്. ഒപ്പമാണ് ഇത്തരം കോടിക്കണക്കിന് ഡോളർ നിർമ്മിച്ച് തയ്യാറാക്കി സംരക്ഷിച്ചു വന്ന സൈനിക താവളങ്ങൾ ഇറാൻ തകർക്കുക എന്നുള്ളത് അത് ചില്ലറ പ്രതിസന്ധി ആയിരിക്കില്ല അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വർഷങ്ങളുടെ ഒരു പരിശ്രമത്തിനെ തുടർന്നാണ് അമേരിക്ക പശ്ചിമേഷ്യയിലൊട്ടാകെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അത് പടുത്തുയർത്തിയത്. പ്രധാനമായിട്ടും ഈ ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം അത് വ്യാപകമായിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ ഇത്തരത്തിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ തുടങ്ങിയത്. അമേരിക്കയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ഡോളർ വെച്ചിട്ട് ഈ ക്രൂഡ് ഓയിലിൻ്റെ വിനിമയം അത് ലോകവ്യാപകമായി തന്നെ മുന്നോട്ട് പോകും. ഇതിന് പകരമായി ഗൾഫ് നാടുകളുടെ സുരക്ഷ അത് അമേരിക്ക ഉറപ്പാക്കും എന്നതായിരുന്നു ഈ രണ്ട് കക്ഷികളും തമ്മിലുള്ള ധാരണ. അപ്പോൾ ഇതനുസരിച്ച് സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഈ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ആക്രമണങ്ങൾ അത് രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഈ ഗൾഫ് നാടുകളിലുള്ള അമേരിക്കൻ ബേസുകളെ തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം 13 അമേരിക്കൻ ബേസുകളാണ് നശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏതാണ്ട് വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പല ദൃശ്യങ്ങളും അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും എല്ലാം കണ്ടിരുന്നു. അതനുസരിച്ച് പല അമേരിക്കൻ ബേസുകൾക്ക് മുകളിൽ നിന്നും പുക ഉയരുന്ന കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഇതെല്ലാം ഹിറ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് ഇറാന്റെ അവകാശവാദം. എന്നാൽ അമേരിക്ക ഔദ്യോഗികമായി ഇതെല്ലാം നിഷേധിക്കുന്ന നിലപാടാണ് പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ യുദ്ധവിമാനങ്ങൾ തകർന്നപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടപ്പോഴാണെങ്കിലും എല്ലാം അമേരിക്ക ഇത് തള്ളിക്കളയുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവർ നിഷേധിക്കുന്ന നിലപാടാണ് പലപ്പോഴായി സ്വീകരിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെ അടക്കം ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് അമേരിക്കൻ ബേസുകൾക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതിനാൽ തന്നെ അവിടെ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത്തരം വിവരങ്ങൾ, റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. എന്തായാലും മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് തന്നെ ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. മറ്റ് അവിടെയുള്ള നയതന്ത്ര കെട്ടിടങ്ങൾ, ഇപ്പോൾ എംബസികളാണെങ്കിലും മറ്റ് ഓഫീസുകളാണെങ്കിലും ഇതെല്ലാം അമേരിക്ക ഇതിനോടകം തന്നെ ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം മുൻപ് തന്നെ നൽകിയിരുന്നു. അതുപോലെ ഇവിടങ്ങളിലുള്ള ഉദ്യോഗസ്ഥരോടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശവും അമേരിക്ക കൊടുത്തിരുന്നു. തീർച്ചയായും. ഇതിനിടയിൽ നേരത്തെ അജയ് പറഞ്ഞത് അമേരിക്ക 10,000-ഓളം സൈനികരെ കരയുദ്ധത്തിനായി അയക്കാൻ പോകുന്നു ഇറാനിലേക്ക് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ US-ഉമായി കരയുദ്ധത്തിന് സജ്ജമാണ് എന്ന നിലപാടിലാണ് ഇറാൻ രംഗത്തുള്ളത്. 10 ലക്ഷത്തിലധികം സൈനികരെ തങ്ങൾ പുതുതായി സജ്ജരാക്കുന്നു എന്നാണ് ഇറാൻ പുറത്തുവിടുന്ന വിവരം. രാജ്യത്തുടനീളം നിരവധി റിക്രൂട്ട്മെന്റ് സെന്ററുകൾ ഇതിനകം തുറന്നു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. യുവ വോളണ്ടിയർമാർ ഈ സെന്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നതായാണ് ഇറാൻ പുറത്തുവിടുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. യുവാക്കളെ സംഘടിപ്പിച്ചു, അവർ യുദ്ധത്തിന് സജ്ജമാണെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ബാസിജ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, കരസേന എന്നിവയുടെ കീഴിലുള്ള സെന്ററുകളിൽ വൻതോതിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇറാനിയൻ മണ്ണിൽ അമേരിക്കക്കാർക്ക് ചരിത്രപരമായ നരകം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള സന്ദേശമാണ് ഇറാൻ വാർത്താ ഏജൻസികൾ നൽകുന്നത്. അജയ്, ഇത് വളരെ പരമപ്രധാനമാണല്ലോ. കാരണം കരയുദ്ധത്തിന് സജ്ജമാണ് എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ യുവ പോരാളികളെ ഇറക്കാൻ ഇറാൻ തയ്യാറാകുന്ന പശ്ചാത്തലം നിർണായകമാണ്.
തീർച്ചയായിട്ടും ഇറാന്റെ ഒരു സൈനിക വിന്യാസം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് 100,000-ഓളം സൈനികർ യുദ്ധരംഗത്ത് നിരന്തരം പോരാടുന്നുണ്ട്. അതുപോലെ മറ്റൊരു 100,000 സൈനികർ അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗം, അതുപോലെ തന്നെ മറ്റ് സായുധ സേനാ അംഗങ്ങൾ, അതുപോലെ വിവിധ സൈനിക വിഭാഗങ്ങളിലായി മറ്റ് 100,000 സൈനികർ കൂടിയുണ്ട്. അല്ലാതെ അവർക്ക് ഏതാണ്ട് 8,00,000-ഓളം സൈനികർ അവർക്ക് റിസർവ് ഫോഴ്സിലുമുണ്ട്. അതായത് അവർ ഇപ്പോൾ ആക്റ്റീവായിട്ട് യുദ്ധരംഗത്തില്ല, പക്ഷേ ഇറാൻ നിർബന്ധിത ഈ സൈനിക വിദ്യാഭ്യാസം അത് ഉറപ്പാക്കിയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ സൈനിക പരിശീലനം ലഭിച്ച ഏതാണ്ട് 8,00,000-ഓളം ആളുകൾ അവർക്ക് റിസർവ് ഫോഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനു പുറമെ അമേരിക്ക നിലവിൽ ആക്രമണം കടുപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജ്യത്തെമ്പാടും ഇത്തരത്തിൽ നിരവധി റിക്രൂട്ട്മെന്റ് സെന്ററുകൾ അവർ ആരംഭിച്ച് കൂടുതൽ പേരെ ഇവിടങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സൈനിക വിദ്യാഭ്യാസം അത് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകളെ സേനയിലേക്ക് എടുപ്പിച്ച് തങ്ങളുടെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇറാന്റെ ഒരു ശ്രമം. ഇവിടെയാണ് ഇപ്പോൾ UN-ലെ ഇറാനിയൻ അംബാസഡർ ആയിട്ടുള്ള അലി ബഹ്റൈനിയുടെ ഒരു പ്രസ്താവന പ്രസക്തമാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾ ഇറാൻ എന്തിനും സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് കരയുദ്ധത്തിന് തങ്ങൾ പൂർണ്ണ സജ്ജമാണ്, ഞങ്ങൾ ആക്ച്വലി ഇതിനായിട്ടാണ് കാത്തിരിക്കുന്നതെന്നും അലി ബഹ്റൈനി പറയുന്നുണ്ട്. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ശത്രുക്കൾക്ക് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി പ്രഹരം ഏൽപ്പിക്കാൻ കഴിയുമെന്നും അലി ബഹ്റൈനി പറയുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ഇറാന്റെ ആത്മവിശ്വാസവും ഇതിൽ തന്നെയായിരുന്നു. US കരയുദ്ധം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അവർക്ക് വലിയൊരു തിരിച്ചടി നൽകുക, ഇതിലൂടെ അമേരിക്കയുടെ പ്രതിച്ഛായ ലോകമെമ്പാടും നശിപ്പിക്കുക, അത് വലിയൊരു നാണക്കേടായിട്ട് തന്നെ യുഎസിന് മാറും. അത് ഇറാന് പിന്നീട് വലിയൊരു അഭിമാനവുമാകും എന്നുള്ളതാണ് അവരുടെ വലിയ നാളായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. ഇത് അവരുടെ പല നേതാക്കളും പലപ്പോഴായി ഉന്നയിച്ചിട്ടുമുണ്ട്. ഈ കരയുദ്ധം എന്ന് പറയുന്നത് അത് ഇറാന്റെ ട്രംപ് കാർഡാണെന്നുള്ള രീതിയിൽ. ഇറാന്റെ ഈ ഒരു ഭൂപ്രകൃതിയും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാന് സമാനമായി മലനിരകൾ, അതുപോലെ തന്നെ മറ്റ് ഈ പ്രത്യേക ഈ ഒരുപാട് മരുഭൂമികൾ, ഇവ അടങ്ങിയിട്ടുള്ള ഭൂപ്രകൃതിയിൽ അമേരിക്കൻ സൈനികർക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സമയം അത് കൂടുതൽ എടുക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവിടെ പരിശീലനം നേടിയിട്ടുള്ള ഇറാനിയൻ സൈനികർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇറാന്റെ ഒരു ആത്മവിശ്വാസവും എന്ന് പറയുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷം മുറുകുന്നതിനിടെ റഷ്യ ഇറാനിലേക്ക് ഡ്രോണുകൾ അയക്കുന്നതായി ഫിനാൻഷ്യൽ ടൈംസിന് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ഇതിന് പുറമെ ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഇന്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാന് കൈമാറുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യ ഇറാനിലേക്ക് അയക്കുന്ന ആദ്യത്തെ മാരകായുധങ്ങളാണ് ഈ ഡ്രോണുകൾ എന്നാണ് വിവരം. ഈ മാസം അവസാനത്തോടെ ഡ്രോണുകളുടെ കൈമാറ്റം പൂർത്തിയാകും. എന്നാൽ ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും റഷ്യൻ വക്താവ് നിഷേധിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇറാനുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പുറത്തുവരുന്നത് വ്യാജ വാർത്തകളാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ റഷ്യ നേരത്തെ യുക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു എന്ന വിവരങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നിലവിൽ റഷ്യ അയക്കുന്ന ഡ്രോണുകൾ ഏത് ഇനമാണെന്ന് വ്യക്തമല്ലെങ്കിലും ഇറാന്റെ ഷാഹിദ് 136 അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഗറാൻ 2 ആകാനാണ് സാധ്യതയെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ നിരവധിയായി റഷ്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. S-400 അടക്കമുള്ള സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം റഷ്യ നിരസിച്ചതൊക്കെ ഇതിനോട് ചേർത്ത് വെക്കണമായിരുന്നു. ഇത് അമേരിക്കയുമായി ഉള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് റഷ്യ ഭയപ്പെടുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഏതായാലും റഷ്യയുടെ സഹായം തങ്ങൾക്ക് ഉണ്ട്, അവരുമായി നയതന്ത്രപരമായി പങ്കാളിത്തമുണ്ട് എന്ന് ഇറാൻ പലപ്പോഴും പറയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊന്ന്, ഇന്ത്യ-US സഖ്യം, ഇസ്രായേൽ-US യുദ്ധം നടക്കുന്നതിനിടയിൽ ഹോർമുസ് കടലിടുക്കിൽ കൂടി ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാഖ്, ചൈന, റഷ്യ എന്നീ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് യാത്രാനുമതി നൽകിയിട്ടുണ്ടെന്നുള്ള ഇറാന്റെ പ്രസ്താവനയും നിർണായകമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് എന്നും ഇന്ത്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നും യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ എന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു പ്രസ്താവന ഇന്നലെ ഇറാന്റെ കോൺസുലേറ്റ് ജനറൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ആഗോളതലത്തിലെ ഊർജ്ജ പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ സ്വാധീനിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്.
ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോകാൻ അനുമതി നൽകുന്നുണ്ട് ഇറാൻ എന്നാണ് ഏറ്റവും പ്രധാനമായും ഇവർ പറഞ്ഞു വെക്കുന്നത്. ഹോർമുസ് വഴി കടത്തിവിടാം എന്നും പറയുന്നു. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്നും ഇറാൻ ആവർത്തിക്കുന്ന പശ്ചാത്തലം നിർണായകമാണ്. ഇപ്പോൾ നമുക്കറിയാം അജയ്, നമ്മുടെ നിരവധി കപ്പലുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന പശ്ചാത്തലമുണ്ട്. ഇന്നും ഒരു ഓയിൽ ടാങ്കർ എത്തുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നയതന്ത്ര നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഏതാണ്ട് വിജയിച്ചു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ നിരന്തരം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യ ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടന്നു. ഏതാണ്ട് 4ലധികം തവണയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയുണ്ടായത്. അപ്പോൾ ഇതനുസരിച്ച് ഇന്ത്യൻ കപ്പലുകളെ ഈ ഹോർമുസ് കടലെടുക്ക് വഴി സുരക്ഷിതമായി ഒരു യാത്ര അനുവദിക്കാൻ അത് ഇറാൻ നേരത്തെ തന്നെ സമ്മതിച്ച കാര്യമായിരുന്നു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യ അടക്കം ഇറാന്റെ സൗഹൃദ രാഷ്ട്രങ്ങൾ, അതായത് പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലെടുക്ക് വഴി സുഗമമായിട്ടുള്ള യാത്രാ സൗകര്യം അനുവദിക്കും എന്നാണ് ഇറാന്റെ ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെയുള്ള ഒരു മോശം സാഹചര്യം എന്ന് പറയുന്നത് ഈ ആക്രമണങ്ങൾ അത് കൂടുതൽ കടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതുവഴി സൗഹൃദ കപ്പലുകൾ ആണെങ്കിലും ട്രാവൽ ചെയ്യുന്നത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഈ പ്രദേശത്ത് മൈനുകൾ ഉൾപ്പെടെ വിതറിയാണ് ഈ ശത്രുക്കളെ നേരിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം കടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ കപ്പലുകളെ അടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നത് അത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഇറാന്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമായി എടുത്തു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാന്റെ LPG ടാങ്കറുകൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാനിൽ നിന്നുള്ള LPG അത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ഓയിൽ, അതിനുള്ള അന്താരാഷ്ട്ര ഉപരോധം അത് പിൻവലിക്കപ്പെട്ടതോടെ അതുൾപ്പെടെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇന്നിപ്പോൾ എത്താൻ പോകുന്നത് ജഗ്വസന്ത് എന്ന് പറയുന്ന ഒരു LPG ടാങ്കറാണ്. അത് ഇന്ന് ഇന്ത്യൻ തുറമുഖത്ത് എത്തിച്ചേരുമെന്നാണ് വിവരം. അപ്പോൾ ഇത്തരത്തിൽ ഒരു മുൻപത്തേക്കാൾ ഒരുപാട് സ്ലോ ഡൗൺ ചെയ്യപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത് ഈ കപ്പലുകളെയും അതുപോലെ തന്നെ മറ്റ് ചരക്ക് നീക്കത്തെയും അത് സുഗമമാക്കി എന്ന് വേണം പറയാൻ ഈ സാഹചര്യത്തിൽ. അജയ്, സുധാ, ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇറാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഈ യുദ്ധം ഒരർത്ഥത്തിൽ ഇറാന് ലോട്ടറിയാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് അറിയാമോ? എണ്ണക്കയറ്റുമതിയും വരുമാനവും ഇറാന്റെ ഗണ്യമായി വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പ്രധാന എണ്ണ പര്യവേഷണ കേന്ദ്രങ്ങൾക്ക് ഇതുവരെ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ നീക്കം തടസ്സമില്ലാതെ നടത്താൻ അനുവാദമുള്ള അല്ലെങ്കിൽ അതിനുള്ള അവകാശമുള്ള ഏക രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ളതാണ്. ഒപ്പം എണ്ണയുടെ വില കാര്യമായി വർദ്ധിച്ച പശ്ചാത്തലവും ഇറാന് ഏറ്റവും പ്രധാനമായും ഏറ്റവും നിർണായകമായി മാറിയ പശ്ചാത്തലമുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇറാൻ എണ്ണ, നേരത്തെ ഒരുപാട് ഉപരോധങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഈ പുതിയ ആഗോള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ, ഈവൻ അമേരിക്ക പോലും ഇറാന്റെ എണ്ണ ആവശ്യപ്പെടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതലായി ഇറാന്റെ എണ്ണ ഇപ്പോൾ വാങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എണ്ണയുടെ വില വർദ്ധിച്ചത് കാരണം ദശലക്ഷക്കണക്കിന് ഡോളർ അധികമായി ഇറാൻ നേടാൻ സാധിക്കുന്ന പശ്ചാത്തലം ഏറെ നിർണായകമാണ്. എണ്ണ കയറ്റുമതി കേന്ദ്രത്തിലൊക്കെ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും പ്രധാന എണ്ണ കയറ്റുമതി സൗകര്യങ്ങൾ ഇപ്പോഴും കാര്യമായി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതടക്കം പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് പ്രതിദിന എണ്ണ കയറ്റുമതി ഏതാണ്ട് 16 ലക്ഷം ബാരൽ എണ്ണ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇത് സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. മറ്റൊന്ന്, നമ്മുടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയിൽ ഇറാന് ലഭിക്കുന്ന അഡ്വാൻറ്റേജ്, ഈ രണ്ടു കാര്യങ്ങളാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഏകദേശം 13.9 കോടി ഡോളറായി ഇത് വർദ്ധിച്ചു. എണ്ണയുടെ മൂലമുള്ള ഇറാന്റെ വരുമാനം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് റഷ്യയുടെ ഒരു മുന്നറിയിപ്പാണ്. അത് ഇറാന്റെ ബുഷൈർ ആണവ നിലയത്തിൽ ഇസ്രായേൽ സൈന്യം മിന്നലാക്രമണം നടത്തിയതിന് പിന്നാലെ റഷ്യ വലിയ മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകുന്നത്. ബുഷൈർ ആണവ നിലയം ആക്രമിക്കുന്ന നിർത്തണമെന്നും നിലയത്തിലെ റഷ്യൻ ജീവനക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേൽ ശ്രമിക്കുന്ന ആണവ ദുരന്തം സൃഷ്ടിക്കാനാണ്. ഇതിന്റെ പ്രത്യാഘാതം പരിഹരിക്കാൻ കഴിയാത്തതാണ്. മിസൈൽ ആക്രമണത്തിൽ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ടാണെന്നും റഷ്യ ഓർമ്മിപ്പിച്ചു. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ റഷ്യ രംഗത്ത് വരുന്നത് ഇതാദ്യമായല്ല. നേരത്തെയും ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെ
ആക്രമണത്തിൽ നിരവധി പ്രസ്താവനകൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, തങ്ങളുടെ പങ്കാളിയാണ് റഷ്യ എന്ന് പലപ്പോഴും ഇറാൻ കൂട്ടിച്ചേർക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യൻ കപ്പലുകളെ സുരക്ഷിതമായി എത്തിക്കാൻ ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുമായി നാവികസേന. ഹോർമുസിലുള്ള 20 ഇന്ത്യൻ കപ്പലുകളുടെ യാത്ര സുരക്ഷിതമാക്കി 5 പടക്കപ്പലുകളെ വിന്യസിച്ചാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതേസമയം ജാക് വസന്ത് എന്ന LPG ടാങ്കർ ഇന്ന് ഇന്ത്യൻ തുറമുഖത്തെത്തും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അജയ്, ഇതാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാൻ സമ്മതിക്കുകയാണ് നമ്മുടെ കപ്പലുകളെ കയറ്റിവിടാം, നമ്മൾ സുഹൃത്ത് രാജ്യമാണ് എന്ന്. ഇതിനിടയിൽ കൂടുതൽ സുരക്ഷിതത്തിനായി ഇന്ത്യൻ നാവികസേന അവിടെ ഉണ്ട്, ഹോർമുസിന് സമീപത്തുണ്ട്. ഇപ്പോൾ 20ഓളം കപ്പലുകൾ അല്പ ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള വിവരമാണ്. ഇതിന് സുരക്ഷ കൂട്ടുകയാണ് ലക്ഷ്യം, അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കപ്പലുകൾ അത് ഹിറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ട്. അത് ഇപ്പോൾ സുഹൃത്ത് രാജ്യമാണ്. ഇപ്പോൾ ഇറാൻ്റെ അനുമതി ഉള്ളതുകൊണ്ട് തന്നെ മേഖലയിലൂടെ മറ്റ് ഭയമില്ലാതെ യാത്ര ചെയ്യാം. പക്ഷേ ഈ സംഘർഷങ്ങൾ അത് രൂക്ഷമായ പശ്ചാത്തലത്തിൽ തന്നെ ചിലപ്പോൾ ആക്രമണങ്ങൾ അത് നേരിട്ടേക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ അത് നേരിടാനാണ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗം ഇവിടേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി തിരിച്ചാക്രമിക്കുകയല്ല ലക്ഷ്യം. ഇവിടേക്ക് ഇന്ത്യൻ വാണിജ്യ കപ്പലുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു തടയിടാനാണ് ഇത്തരം കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി കൂടുതൽ കപ്പലുകൾക്ക് ഒരു സുരക്ഷിത പാതയൊരുക്കി ഈ കപ്പലുകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ അതിനായിട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ജഗ് വസന്ത് എന്ന LPG കപ്പൽ ഇന്ത്യയിൽ എത്തിച്ചേരും. എന്നാൽ മുൻപത്തേക്കാൾ കൂടുതൽ ഒരു വലിയ സ്ലോ പ്രോസസ്സിലൂടെയാണ് ഇത്തരം കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ ഈ വാണിജ്യ വിതരണത്തെ ഉൾപ്പെടെ വലിയ തോതിൽ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളെ പെട്ടെന്ന് തന്നെ ഈ ഹോർമുസ് വഴി കടത്തിവിട്ടുകൊണ്ട് അത് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഈ LPG അതുപോലെ തന്നെ പെട്രോളിയം ഇറക്കുമതി അത് വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.